നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരം കളിക്കുകയാണ് കേരളം. ആദ്യ ദിവസം പക്ഷേ ആധിപത്യം പുലർത്തിയിരിക്കുന്നത് എതിരാളികളായിട്ടുള്ള വിദർഭയാണ്. ടോസ് ലഭിച്ച കേരളം ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നാം ദിവസത്തെ സ്റ്റംപ്സിൻ്റെ സമയത്ത് വിദർഭ 4 വിക്കറ്റിന് 254 എന്ന ശക്തമായ നിലയിൽ തന്നെയാണുള്ളത്. ആദ്യ സെഷനിൽ തുടക്കത്തിൽ 3 വിക്കറ്റുകൾ പിഴുതുകൊണ്ട് കേരളം വിദർഭയെ ഒന്ന് വിറപ്പിച്ചതാണ്. പക്ഷെ പിന്നീട് രണ്ടാം സെഷനിൽ 1 വിക്കറ്റും കേരളത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല. മൂന്നാം സെഷനിൽ റൺഔട്ടിലൂടെ കരുൺ നായരെ പുറത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ കിട്ടിയിട്ടുള്ള ഒരേ ഒരു ആശ്വാസം. അതേസമയം ഡാനിഷ് മലേവാർ 138 റൺസിൻ്റെ പടുകൂറ്റൻ ഇന്നിങ്സ് കളിച്ച് അവിടെ നിൽപ്പാണ്. 259 പന്തുകൾ നേരിട്ട് 14 ഫോറും 2 സിക്സറും അടക്കം 138 റൺസുമായിട്ട് അദ്ദേഹം ക്രീസിൽ സ്റ്റിൽ ഉണ്ട്. കരുൺ നായർ 86 റൺസ് എടുത്തു. അദ്ദേഹം റൺഔട്ടായി മടങ്ങുകയായിരുന്നു. കരുൺ നായറും മലേവാറും ചേർന്നുകൊണ്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, അതിൽ പിറന്ന 215 റൺസാണ് കേരളത്തിൻ്റെ അഡ്വാൻറ്റേജ് യഥാർത്ഥത്തിൽ ഇല്ലാതെയാക്കിയത്. ഏതായാലും ഒന്നാം ദിവസത്തെ സ്റ്റംപ്സിൻ്റെ സമയത്ത് 4 വിക്കറ്റിന് 254 അതിശക്തമായ നിലയിലാണ് അവർ. ഇന്ന് കളിയുടെ തുടക്കത്തിൽ തന്നെ അവരുടെ ഓപ്പണർ പാർത്ത് റെക്കാർഡയെ മടക്കിയിരുന്നു MD നിതീഷ്. പിന്നാലെ ദർശൻ നാൽക്കണ്ടയെയും അദ്ദേഹം മടക്കി. നാൽക്കണ്ടെ 1 റൺസാണ് എടുത്തിരുന്നത്. പക്ഷെ ഇതിൽ ദർശൻ നാൽക്കണ്ടയൊക്കെ അവർ നമ്പർ 3 ഇറക്കി. അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിന് ആ ഒരു ഘട്ടത്തിൽ കേരള പേസ് ബോളർമാർക്ക് ലഭ്യമാകുമായിരുന്ന അഡ്വാൻറ്റേജ് ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശത്തിലാണ് നാൽക്കണ്ടയൊക്കെ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 3 വിട്ടത്. അത് തീർച്ചയായിട്ടും വിദർഭയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. 21 പന്തുകളാണ് ആ ഘട്ടത്തിൽ നാൽക്കണ്ട നേരിട്ടത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതേസമയം ഷോറി 16 റൺസുമായിട്ട് മടങ്ങി. എതൻ ആപ്പിൾ ടോമാണ് ആ വിക്കറ്റ് എടുത്തത്. അങ്ങനെ 3-ന് 24 എന്ന നിലയിലേക്ക് അവർ വീണിരുന്നു. സ്റ്റിൽ ഞാൻ പറയുന്നു, ദർശൻ നാൽക്കണ്ടയൊക്കെ അവർ നേരത്തെ വിട്ടതുകൊണ്ട് ഈ 3 വിക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് അതുപോലെ അങ്ങ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ അവരുടെ ബാറ്റർമാർ പിന്നാലെ വരാൻ ഉണ്ടായിരുന്നു. ബാറ്റിംഗ് ശക്തിക്ക് ഒരു കോട്ടവും അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡാനിഷ് മലേവാറും കരുൺ നായരും ചേർന്നുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തി. ആദ്യ സെഷൻ കഴിഞ്ഞു. രണ്ടാം സെഷനിലും പിന്നീട് വിക്കറ്റുകളൊന്നും കേരളത്തിന് ലഭിച്ചില്ല. ഒടുവിൽ 82ാമത്തെ ഓവറിലാണ് കരുൺ നായർ റൺഔട്ടായി പോകുന്നതെന്ന കാര്യം ഓർക്കുക. അതായത് കേരളം 13ാമത്തെ ഓവറിൽ 3ാമത്തെ വിക്കറ്റ് എടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള നീണ്ട ഓവറുകളിലൊന്നും 70 ഓവറുകളിലൊന്നും കേരളത്തിന് വിക്കറ്റ് ലഭിച്ചില്ല എന്ന് നോക്കുക. ഒടുവിൽ റൺഔട്ടായിട്ട് കരുൺ നായർ മടങ്ങി. 188 പന്തിൽ അദ്ദേഹം 86 റൺസ് അടിച്ചു. ഏതായാലും മലേവാർ 138 റൺസുമായിട്ട് ക്രീസിൽ. യാഷ് താക്കൂർ ഇപ്പോൾ 5 റൺസുമായിട്ട് ക്രീസിൽ. ഇതാണ് നിലവിലെ സ്ഥിതിവിശേഷം. ഇനി ചോദ്യം, ആദ്യ ദിവസം തന്നെ കേരളം കളി കൈവിട്ടോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ടോസ് ലഭിച്ചിട്ട് കേരളം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചത് തെറ്റായി പോയി എന്നുള്ള നിരീക്ഷണം പലരും നടത്തുന്നു. അതിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത് വിദർഭയുടെ നായകൻ ആ ഘട്ടത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ടോസ് ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ബാറ്റ് ചെയ്തേനെ എന്നാണ്. അപ്പോൾ മാത്രമല്ല, 3ാം ദിവസം മുതൽ പിച്ച് കൂടുതൽ സ്പിന്നിന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കേരളം 4th ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും ബാറ്റ് ചെയ്യുക എന്നതുകൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് പണി പാളി എന്ന് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷേ അത്തരത്തിലൊക്കെ ഇപ്പോഴേ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഈ ടെസ്റ്റ് മത്സരങ്ങൾ പോലുള്ളത് ഫസ്റ്റ് ക്ലാസ് മത്സരമാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സെഷൻ ബൈ സെഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ആദ്യ സെഷൻ ഇന്ന് കേരളം വിജയിച്ചു. രണ്ടാം സെഷനും 3ാം സെഷനും വിദർഭ കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ. ഇനിയും ഇഷ്ടം പോലെ സെഷനുകൾ ബാക്കി കിടപ്പാണ്. ഇനി 4 ദിവസങ്ങളില്ലേ, 4, 3, 12 സെഷനുകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി കിടപ്പാണ്. ഇപ്പോഴേ കളി കഴിഞ്ഞു എന്ന് നമ്മൾ വിധി എഴുതേണ്ടതില്ല. നാളത്തെ ആദ്യ സെഷൻ അതിപ്രധാനമാണ്. അവരെ ആ സെഷനിൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ, വലിയ ഒരു സ്കോറിലേക്ക് പോകാതെ തടയാൻ കഴിഞ്ഞാൽ കളി ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മികച്ചൊരു പ്രകടനം വരേണ്ടതുണ്ട്. കാത്തിരിക്കാം, അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.